ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആണ്, വീക്ക് ഡേ വ്ളോഗാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ. കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ കുറച്ച് നല്ലോണം പണിയുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് കുറച്ച് വൈകിട്ട് എണീറ്റപാടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇട്ടു. ഇന്ന് അധികം വെയിലൊന്നും കാണുന്നില്ല, കുറച്ച് ക്ലൗഡി ആയിട്ടാണുള്ളത്. മഴ പെയ്യോ എന്ന് അറിയില്ല, പക്ഷെ നല്ല ചൂട് തുടങ്ങി ഇവിടെ. നല്ലോണം ചൂടുണ്ട്. അപ്പോൾ ഞങ്ങൾ 9th ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചൂട് നല്ലോണം അറിയാം. പിന്നെ റൂമിലൊക്കെ AC ഉള്ളതുകൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല. എന്നാലും പുറത്തൊക്കെ വരുമ്പോൾ പുറത്ത് വൈകുന്നേരത്ത് വരണതാണ് നല്ലത്. രാവിലെയൊക്കെ നല്ല വെയിലാണ്. പക്ഷേ ഇന്ന് എന്തോ ഒരു മൂടി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ. അപ്പോൾ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട്. തുണികളൊക്കെ തീരുമാനിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ, ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആറിയിടണം. എല്ലാം ഓഫ് ചെയ്തു. അപ്പോൾ ഇന്ന് പരിപ്പ് കൂട്ടാനാണ് വീട്ടിലുണ്ടാക്കിയത്. പരിപ്പ് കൂട്ടാനും ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ പാടെ ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്കിലേക്ക് ഉണ്ടാക്കാനുണ്ടല്ലോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ലൈറ്റായിട്ട് മാഗി നൂഡിൽസും ചായയൊക്കെയാണ് കുടിച്ചത്. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ ഇത് ഫ്ലാറ്റിൻ്റെ പുറംവശം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇത് 9th ഫ്ലോറിലാണല്ലോ ഉള്ളത്. അപ്പോൾ കുറച്ച് നല്ല തുറന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ പുള്ളിക്കാരൻ TV കണ്ടുകൊണ്ടിരിക്കുക. ഇനിയും ഷിഫ്റ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റിൽ ഇനിയൊരു വീടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല ഈ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ വുഡൻ വർക്കും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പണിയുണ്ട്. താഴോട്ട് നോക്കിയാൽ നല്ലോണം പേടി ഉണ്ടാവും. പിന്നെ ഇവിടെ ലിഫ്റ്റും ഉണ്ട്. 2 ലിഫ്റ്റ് ഉണ്ട്. ഒന്ന് സർവീസ് ലിഫ്റ്റ് ഉണ്ട്, ഒന്ന് കോമൺ ലിഫ്റ്റ് ഉണ്ട്. അതാണിത്. അപ്പോൾ ഇതാണത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം. കുറച്ച് മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന്. അപ്പോൾ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മത്തിയും അയില മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലീഷ്യസ് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്യൽ. അപ്പോൾ അതും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട്, ഒന്ന് കഴുകിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ പിന്നെ ഇന്നത്തെ ലഞ്ചും ഡിന്നറും ആയി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.
അപ്പോൾ ഇതാണ് ലീഷ്യസിൽ നിന്ന് മേടിച്ച മീൻ. ഇങ്ങനെയാണ് പാക്കേജിൽ വരിക. അപ്പോൾ നിങ്ങളൊക്കെ മേടിച്ച് കാണും, ചിലവർ മേടിക്കാത്തവരുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ്. ഇങ്ങനത്തെ ബോക്സിലാണ് അവർ ഇട്ടിട്ട് തരിക. നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് മീനാണ്, നല്ല ചോരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷാണ്. അയില മേടിച്ചു, അതിൽ 4 അയില കിട്ടി. പിന്നെ കുറച്ച് മത്തി മേടിച്ചു, സാലഡൈനും പിന്നെ മാക്രൽ മീനാണ് അറിയാത്തവർക്ക്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട്, എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉള്ളിലൊക്കെ അവർ ക്ലീൻ ചെയ്തായിരുന്നു. എന്നാലും നമുക്ക് ആ ഒരു തൃപ്തി കിട്ടണമല്ലോ. അപ്പം നമ്മൾ കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആക്കും, തലയൊക്കെ എടുക്കും. ഞങ്ങൾക്ക് തല അങ്ങനെ യൂസ് ചെയ്യില്ല, തല മുറിച്ച് കളയും. അപ്പോൾ ഈ സീസറാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ഇത് ഫിഷിനായിട്ട് മേടിച്ചതാണ്, ഫിഷ് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ. നിങ്ങളൊക്കെ പറയുന്നുണ്ടോ, നിങ്ങളൊക്കെ ഏത് മീനാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുക? ഇങ്ങനെ എന്താ പറയുക, പുഴ മീൻ ഇഷ്ടപ്പെടുമോ ഇല്ല കടൽ മീനാണോ? ഞങ്ങളധികം കടൽ മീനാണ്, പുഴ മീൻ അധികം കഴിക്കില്ല. അപ്പോൾ മത്തി, ഇങ്ങനെ അയില, ഐക്കോറ ഇതൊക്കെയാണ്. പിന്നെ ചെമ്മീൻ, സാധാരണ ചെമ്മീനൊക്കെ മേടിക്കും. അപ്പോൾ സാധാരണ ഇത് ഞങ്ങൾ എന്താ പറയുക, മുളകിട്ടിട്ട് കൂട്ടാൻ വയ്ക്കും, ഇല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള കൂട്ടാനും വയ്ക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, രണ്ടും ഫ്രൈ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറുണ്ട്, ഇന്നലത്തെ സാമ്പാറുണ്ട്, ആ സാമ്പാറും കൂട്ടിയിട്ട് പിന്നെ പരിപ്പ് കറിയുണ്ട്, അതും കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ ഇന്ന് വെറും ഫ്രൈ മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. എവിടെയാ? സിംബയ്ക്ക് പിന്നെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ പുറത്ത് നോക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ബാൽക്കണിയിൽ അവൻ്റെ കൂട്ടിലിട്ടിട്ട് അവൻ അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കും. സിംബ എന്താ സിംബ? ഇത് ഞാൻ ഓൾറെഡി മത്തി വന്നിട്ട് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചു. മത്തി വന്നിട്ട് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ, വേറെ ഹസ്ബൻഡൊന്നും കഴിക്കില്ല. ഹസ്ബൻഡ് വരും അയില മാത്രമാണ് കഴിക്കുക. അപ്പോൾ അതിലിങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മസാല ഒന്ന് നല്ലോണം പിടിക്കാൻ. അപ്പോൾ അത് സെപ്പറേറ്റായിട്ട് മാരിനേറ്റ് ചെയ്യും, പിന്നെ മറ്റത് സെപ്പറേറ്റായിട്ട് മാരിനേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്യണതിൽ അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും, പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി നീരിടും, പിന്നെ ഉപ്പിട്ടിട്ട് അത് മിക്സ് ചെയ്യും. പക്ഷേ ഈ അയിലയിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹസ്ബൻഡിന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അതിട്ടില്ല. അത് വിട്ടിട്ട് വേറെ എല്ലാം പൊടികളിട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയിടും. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കും.
അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. രാത്രിക്കുള്ള ചോറാണ്. രാത്രിയായി. അത് കണ്ടോ, ഇരുട്ടായിപ്പോഴത്തേക്കും കഴിയുമ്പോഴത്തേക്കും നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. രാത്രിയായിരിക്കുന്നു. ചീട്ട് കൊടുത്തിട്ടുണ്ട്. സിംബുന് കഴിച്ചിട്ടില്ല. സിംബ, മീനെന്താ കഴിക്കാത്തേ?